അസ്സലാമലൈക്കും. ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. അവിൽ കുർക്കുറെ. വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്തിട്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ സ്നാക്കാണ്. നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ഞാൻ വീഡിയോയിലോട്ട് പോവാം. ഇതൊരു 1.5 കപ്പോളം, ഈ ഒരു കപ്പിൽ 1.5 കപ്പോളം അവിലാണ്, സാധാ അവിലാണ് ഇത്. അപ്പോൾ ഇത് നന്നായി ഞാൻ ഒരു നനഞ്ഞ ടവൽ ഉപയോഗിച്ച് നന്നായി തുടച്ചെടുത്തത്, കഴുകിയിട്ടൊന്നുമില്ല, നല്ലോണം തുടച്ചതിൻ്റെ പൊടിയൊക്കെ മാറ്റിയെടുത്തതാണ്. ഇതിനി ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ടിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുക്കണത്. അപ്പോൾ ഒരു 1.5 കപ്പ് അവിലുണ്ട്. നല്ല ഫൈനായിട്ടിത് പൊടിച്ചെടുക്കണം. ഇനി അത് ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. നല്ല നൈസായിട്ട് പൊടിച്ചെടുക്കണം കേട്ടോ. ഇനി ഇത് നമുക്കൊരു ബൗളിലോട്ട് മാറ്റാം. ഒരു 1/2 കപ്പ് കടലപ്പൊടിയാണ് ഇത് ആഡ് ചെയ്യുന്നുണ്ട്. ഇത് ഓപ്ഷണൽ ആണ് കേട്ടോ. അത് നല്ല ഫ്ലേവറിനാണ് ഇത് ആഡ് ചെയ്യുന്നത്. നല്ല ടെക്സ്ചറും കിട്ടും, നല്ല ഫ്ലേവറിനാണ് ഇത് ആഡ് ചെയ്യുന്നത്. മിക്സ് ചെയ്യുക, രണ്ടും മിക്സ് ചെയ്യുക. ഗ്യാസിൽ അടിക്കട്ടിയുള്ള പാനിൽ ഞാൻ ഒരു 1.5 കപ്പ്, നമ്മൾ എത്രയാണോ അവിലെടുത്ത് അത്ര തന്നെ വേണം വെള്ളം എടുക്കാൻ കേട്ടോ. അപ്പോൾ ഞാൻ 1.5 കപ്പ് അവിലെടുത്തിരുന്നത്. അപ്പോൾ അത്ര തന്നെ 1.5 കപ്പ് വെള്ളം എടുത്തിട്ട് ഒന്ന് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് ബൗളിൽ. ഇതൊന്ന് തിളക്കട്ടെ കേട്ടോ. വെള്ളം ഒന്ന് ചൂടാകുമ്പോൾ ഇതിലോട്ട് ഒരു ഹാഫ് ടീസ്പൂണോളം ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. ഒരു ഹാഫ് ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്യാം. 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇത് ആഡ് ചെയ്യുന്നുണ്ട്. ഒരു ഹാഫ് ടീസ്പൂൺ കുരുമുളക് പൊടിച്ചെടുത്തതാണ് ഇത് ആഡ് ചെയ്യുന്നുണ്ട്. ഒരു ഹാഫ് ടീസ്പൂൺ ചാട്ട് മസാല. മസാലകളൊക്കെ ഓപ്ഷൻ ആട്ടോ. നിങ്ങൾക്ക് ഇഞ്ചി വെളുത്തുള്ളി മാത്രം ഉണ്ടെങ്കിൽ അത് ഉണ്ടാക്കിയാലും മതി. നിങ്ങൾക്ക് ഇനി ഒന്നും ചേർക്കാതെ ഉപ്പ് മാത്രം ആഡ് ചെയ്തിട്ടും ഉണ്ടാക്കാം കേട്ടോ. ഇതൊക്കെ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ പൊടിച്ച് വെച്ച മിക്സല്ലേ, അവിലിൻ്റെയും കടലപ്പൊടിൻ്റെയും, ഇത് രണ്ടും ഇതിൽ കുറേശ്ശെ സിമ്മിലാക്കണം കേട്ടോ. തിളച്ച് കഴിഞ്ഞാൽ സിമ്മിലാക്കിയിട്ട് വേണം. ഇത് കുറേശ്ശെ ആഡ് ചെയ്തിട്ട് നന്നായി മിക്സ് ചെയ്യുക. നമ്മൾ പത്തിരിക്കൊക്കെ വാട്ടില്ലേ, അതേ രൂപത്തിൽ ഒന്ന് നന്നായി മിക്സ് ചെയ്തതൊന്ന് ഇതിലോട്ട് യോജിപ്പിച്ചെടുക്കുക. ഇതായിട്ട് ഞാൻ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ തീ ഓഫ് ആക്കിയിട്ടുണ്ട്. ഇനി ഒരു 5 മിനിറ്റ് ഇത് ജസ്റ്റ് ഒന്ന് മൂടി വയ്ക്കുക. അപ്പോൾ തീ ഓഫ് തന്നെ ഒരു 5 മിനിറ്റ് ഇതൊന്ന് മൂടി വയ്ക്കുക. അപ്പോൾ ഞാൻ മൂടി മാറ്റിയിട്ട് ഒരു 5 മിനിറ്റായി. ഇനി ഇത് നമുക്ക് വേറെ ബൗളിലോട്ട് മാറ്റിയിട്ട് ഒന്ന് തണുക്കട്ടെ. എന്നിട്ട് നമുക്ക് ഡിസൈഡ് ഷേപ്പിലാക്കിയാണ് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിത് ഒരു വേറെ ബൗളിലോട്ട് മാറ്റുകയാണ്. ഇതിന് നമുക്കൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ഇത് ചെറിയ ചൂട്, നമ്മൾ കൈ ടച്ച് ചെയ്യാൻ പറ്റ തണുക്കരുതിട്ട്, നമ്മൾ കൈ ടച്ച് ചെയ്യാൻ പറ്റിയ ചൂട് തന്നെ ഇതൊന്ന് കുഴച്ചെടുക്കുക. നന്നായി കയ്യിൽ കുറച്ച് എണ്ണ തടവിയിട്ട് ഒന്നും കൂടി ഇതൊന്ന് കുഴച്ചിരിക്കുക. രണ്ട് കയ്യിലും കുറച്ച് എണ്ണ തടവുക. എന്നിട്ട് ഇതിന് കുഞ്ഞി ബോൾസ് എടുത്തിട്ട് നമ്മൾ കുർക്കുറിൻ്റെ ഒക്കെ ഷേപ്പിൽ ഇങ്ങനെ നീളത്തിൽ റോൾ ചെയ്തെടുക്കുക. എന്നിട്ട് ഈ ഒരു ഷേപ്പിൽ റോൾ ചെയ്തെടുക്കുക. ഇതേ രീതിയിൽ എല്ലാം നമുക്ക് റോൾ ചെയ്തെടുക്കാം. ഞാൻ കുറച്ച് റോളാക്കി എടുത്തിട്ടുണ്ട്. ഇത് ഫ്രൈ ആകുമ്പോഴേക്കും നമുക്ക് അടുത്ത പോർഷൻ റോൾ ചെയ്തെടുക്കാം. ഗ്യാസിലൊരു അടിക്കട്ടിയിലെ പാനിൽ എണ്ണ ചൂടാൻ വെച്ചിട്ടുണ്ടായിരുന്നു. എണ്ണ ഇപ്പോൾ ചൂടായിട്ട് നമ്മൾ റോൾ ചെയ്തെടുത്ത് ഓരോ റോൾസും ഇതിലോട്ട് ഇട്ടു. ഒരു 2 മിനിറ്റ് ആകുമ്പോൾ ഇതൊന്ന് തിരിച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്യുക. അങ്ങനെ തിരിച്ചു മറിച്ചൊരു ഗോൾഡൻ ഷെയ്ഡ് ആവുന്ന വരെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇതൊക്കെ ഗോൾഡൻ ഷെയ്ഡ് ആയിട്ട് കോരിയെടുക്കുകയാണ്. ഇതേ രീതിയിൽ എല്ലാ ബാച്ചും നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതായിട്ട് ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അവിൽ കുർക്കുറെ. നല്ല ടേസ്റ്റായിട്ടുള്ള സ്നാക്കായിട്ട് കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മതി. നിങ്ങൾ കളർ വേണമെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് ഇച്ചിരി കൂടി നല്ല കളറാണ്. ഞാൻ വിട്ടുപോയതാണ് മഞ്ഞൾപ്പൊടി ചേർക്കാൻ. അപ്പോൾ നല്ല ടേസ്റ്റായിട്ടുള്ള സ്നാക്കാണ്, നല്ല ക്രിസ്പിയാണ്. ഇതിൻ്റെ ക്രിസ്പിനെസ് ഞാൻ കാണിച്ചു തരാം.
നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക, എന്നിട്ട് ഫീഡ്ബാക്ക് കമൻറ്റിൽ അറിയിക്കുക. ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ഐക്കണും ഒന്നും വെക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.